എത്തുവാനായി ഉണ്ടാക്കിയെടുത്തൊരു പ്രദേശത്ത് പിന്നീട് ജലം നിറഞ്ഞുവെന്നും ആ ജലം ബ്രഹ്മതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ ബ്രഹ്മതീർത്ഥത്തിലെ നീരും മണ്ണും കോരിയെടുത്താൽ മാത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാരംഭമാകുന്നത്. അതുകൊണ്ടാണ് മണ്ണുനീർ കോരൽ എന്ന് ഈ ചടങ്ങ് അറിയപ്പെടുന്നത്. അപ്പോൾ മണ്ണുനീർ കോരുന്നതിന് വേണ്ടിയിട്ടുള്ള ആള്, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര് പറഞ്ഞല്ലോ, ആഴാതി എന്നാണ് അറിയപ്പെടുന്നത്. ആഴാതി ഈ ചുമലിലേന്തിയ സ്വർണ്ണക്കുടവുമായിട്ട് നടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കഷ്ടിച്ചൊരു 1 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ബ്രഹ്മതീർത്ഥത്തിന് അരികിലെത്തും. ബ്രഹ്മതീർത്ഥത്തിന് അരികിലെത്തിക്കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കുടം തോളിൽ നിന്ന് എടുക്കാതെ അദ്ദേഹം അവിടെ മുങ്ങണം എന്നാണ്. നടക്കുമ്പോൾ അതിന് അങ്ങനെ ആചാരമില്ല. പക്ഷേ അദ്ദേഹം കുളത്തിലെത്തുമ്പോൾ ഈ സ്വർണ്ണക്കുടം തോളിൽ വെച്ച് തന്നെ മുങ്ങി നിവരണം. 3 തവണ മുങ്ങി നിവരുമ്പോൾ അതിലേക്ക് മണ്ണും നീരും കോരിയിട്ടുണ്ടാവണം. ആ മണ്ണും നീരും കോരിയത് ആണ് പിന്നീട് മുളയിടലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വാദ്യാഘോഷങ്ങളോടുകൂടി ഒറ്റക്കൽ മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച സ്വർണ്ണക്കുടവുമായിട്ടുള്ള എഴുന്നള്ളത്ത് ഇപ്പോൾ ബ്രഹ്മതീർത്ഥത്തെ ലക്ഷ്യമാക്കി പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.